ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കിട്ടി കേട്ടോ, എനിക്ക് മാത്രം കിട്ടിയിട്ടില്ല. കിട്ടി. ഇന്ന് നമുക്ക് ഒരു വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം കേട്ടോ. വെണ്ടക്ക മെഴുക്ക് വരട്ടി. അതിന് വെണ്ടയ്ക്ക കഴുകിയതാ ഇതുപോലെ കഷ്ണാക്കി, ഒരുപാട് ചെറുതല്ല കേട്ടോ. ഇതുപോലെ ആക്കിയാൽ മതി, കാരണം ഒരുപാട് ചെറുതാക്കാൻ നമുക്ക് അറിയില്ല. അതല്ല, അങ്ങനെ വേണം. അതിന് വേണ്ട സാധനങ്ങള് സബോള, നാളികേരക്കൊത്ത്, പച്ചമുളക്, ഇത് 2 പച്ചമുളക്, അത് എരിവില്ല അതാണ്. പിന്നെ കറിവേപ്പില, ചതച്ച വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, കടുക്. ഓക്കെ. പിന്നെ ഈ ഗുഡ് മോർണിംഗിൻ്റെ ഒപ്പേ നമ്മളെപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന എന്തറിയോ, ഈ രാവിലെ ആകുമ്പോൾ മെലഡിയായിട്ട് വല്ല പാട്ട് കേൾക്കാനൊക്കെ ആലോചിക്കും. ശരിയാണ്, പാടാൻ പറ്റില്ലല്ലോ ആർക്ക്. ഇതിലിങ്ങനെ പാടാൻ പറ്റില്ല, പക്ഷെ ഒരു വരിയൊക്കെ പാടാം. കാരണം എന്തറിയോ, ഇന്ന് രാവിലെ മുതൽ അമ്മ ഒരു പാട്ട് പാടിക്കൊണ്ടുണ്ടായിരുന്നില്ലേ. എന്താണ് ഒരു അമ്പിളി എന്തൊക്കെ വന്നിട്ട് അതിൻ്റെ പിന്നിലുള്ള അർത്ഥങ്ങളൊക്കെ നല്ല രസമായിരുന്നു. എന്താണ് ആ പാട്ട്? ഞാൻ ഉറക്കത്തിൽ പിന്നെ കേൾക്കില്ല. മനുഷ്യന്മാരെ ഉറങ്ങാൻ സമ്മതിക്കാണ്ട് പാടാൻ കഴിഞ്ഞപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ പാടാൻ പറ്റില്ല അമ്മയ്ക്ക്. അതെന്തറിയോ, ഇന്നാളിപ്പോ നീ പെട്ടെന്ന് എന്നോട് പാടാൻ പറഞ്ഞപ്പോ എനിക്ക് ഒന്നും കിട്ടില്ല, ഒരു വരിയും കിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒരു വരിയൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് നടന്ന എപ്പോഴെങ്കിലും ഒന്ന് പാടുമ്പോ ഒരു വരി ഓർമ്മ വരുമല്ലോ പറഞ്ഞിട്ട് അതും കേട്ടോ നീ. അല്ല പിന്നെ ഏത് പാട്ടായിരുന്നു പാടി? ഏതാ പറയും, ഒരു അമ്പിളി ഇങ്ങനെയൊക്കെ ഒരു വേർഡൊക്കെ വരില്ലേ. അതാണ് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. പൊന്നമ്പിളിയുടെ പൂമുഖവാതിൽ കണ്ണീർ മേഘമടച്ചു, അരുമനിലാവേ നിന്നെ പോലെ അപമാനിതയായി ഞാനും അപമാനിതയായി. ഇത് ഇപ്പൊ ശരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ട പോലെ പ്രേം നസീറിന്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു ബാക്കിയൊക്കെ. ആ മുഖഭാവം ശരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് നടിമാര് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഇത്ര മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇതില് പൂവൊക്കെ തലയിലൊക്കെ ചൂടി 2 മയിൽപ്പീലൊക്കെ കയ്യിൽ പിടിച്ച്. അന്നത്തെ കാലത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടാവും. വെറുതെ നായികമാർ അങ്ങോട്ട് ഇങ്ങോട്ട് പാടിക്കൂടെ നടക്കില്ല. അല്ലെങ്കിൽ ഒരു മരം ഇങ്ങനെ ചുറ്റും ഇതെന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇത് അപമാനിതയായ അതിലൊന്നും മയിൽപ്പീലി ഉണ്ടാവില്ല. അത് ഏതായാലും പുഴയോരത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കവിളിൽ കൈമിച്ച്. അതെ, പാട്ട് ഇഷ്ടമായി. അമ്മേനെ ആര് രാവിലെ അപമാനിച്ചു എന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. ഉറക്കത്തുനിന്ന് പെട്ടെന്ന് എണിച്ച് വരുമ്പോ അമ്മ സാധകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പാടണ്ട അപമാനിതയായിട്ട് പിന്നെന്തായി? അല്ല അറിയാനാ പാട്ടിന്റെ ബാക്കിയുള്ള അതൊരു പാട്ടല്ലേ, ഞാൻ വെറുതെ പാടിയതല്ലോ. ഇതിപ്പോ നിന്റെ അച്ഛൻ പറയും പോലെയാണല്ലോ. ഞാൻ ഏതൊരു പാട്ട് പാടിയപ്പോ എന്താ നിന്റെ അമ്മയോട് പാടുന്നത്? അക്കരയാണ് എന്റെ മാനസം. അത് പിന്നെ ആരും ചോദിച്ചു അക്കര മാനസം ഇക്കര താമസം എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമല്ലല്ലോ. അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും വയസ്സായിട്ട് ഈ പ്രായത്തിൽ കൂടി താമസം എവിടെ മാനസം എവിടെയാണെങ്കിൽ അവിടെ എവിടെക്കാച്ചാ അങ്ങോട്ട് പൊക്കോട്ടെ പറഞ്ഞു. അത് പിന്നെ പറയല്ലോ അത് കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റും അച്ഛന്. അതെ, അക്കരയാണ് എന്റെ താമസം, അക്കരയാണ് എന്റെ മാനസം. അതന്നെ. പിന്നെ അങ്ങനത്തെ എങ്ങനെ സഹിക്കാൻ പറ്റും അച്ഛന്? ഇന്ന് വെണ്ടയ്ക്ക, നാളെ വെണ്ടയ്ക്കയുടെ സഹോദരൻ കൈത്തക്ക വരും. ആണോ? ഇത് വെറുതെ ഒരു വാക്കിന് പറഞ്ഞപ്പോ ശരിയെന്നാണ് പറയുന്നത്. അപ്പൊ ഇനി വെണ്ടയ്ക്ക ഇട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, അത് വേണമെന്നില്ല. കൊണ്ടൊന്നുമില്ല. അപ്പൊ അത് വെക്കണ്ടേ, എനിക്ക് പച്ചക്കറി വേണം. അപ്പൊ ഇതിങ്ങനെ വാങ്ങണം. ഇത് അടച്ചു വെക്കാൻ പാടില്ല. എന്താ പറയുക, വെണ്ടയ്ക്കയിലേ ഒരു ഇതില്ലേ, എന്താ പറയാ ഒരു ഇത് അതന്നെ. എന്താ പറയാ, ഒരു ഇതുണ്ട്, അത് പോയി കിട്ടണം. ശരിയാവില്ല. അതുകൊണ്ട് ഈ വെണ്ടയ്ക്ക മാത്രം നമുക്ക് തുറന്ന് വെച്ചിട്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ. വെണ്ടയ്ക്കയിൽ ഒരു ഇതുണ്ട്, അത് പോയി കിട്ടണം. എന്താ പറയാ, എന്തോന്ന് പറയും, പശ അങ്ങനെ എന്തോ പറയില്ലേ, ലോള, അതങ്ങനെയാണ് കന്നഡത്തിൽ പറയും. കന്നഡത്തിൽ പറയണ്ട.
അപ്പം അത് പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അടച്ചു ഇട്ട് കഴിഞ്ഞാൽ അത് പോവില്ല. പിന്നെ വെണ്ടയ്ക്ക ദാ പറയുമ്പോഴേക്ക് ആവില്ലേ, പെട്ടെന്നാവുമല്ലോ. അങ്ങനെയല്ല, പെട്ടെന്ന് ഇതാവും. അപ്പോൾ ഇത് സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ കിടക്കണം. നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം. അല്ല, ഈ വെണ്ടയ്ക്ക കഴിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് ബുദ്ധി വരുന്നൊക്കെ പണ്ട് കാലത്ത് പറയേണ്ടത് വെറുതെ ആണോ സത്യമാണോ? നല്ലതാണ് വെണ്ടയ്ക്ക. അല്ല, ചിലരൊക്കെ ഇത് വെറുതെ വാട്ടിയിട്ട് പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തിട്ടാണ്. നല്ലതല്ലേ വെണ്ടയ്ക്ക, പാവയ്ക്ക, ഇതൊക്കെ നല്ലതല്ലേ, അതൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ ഉപ്പ് ഇട്ടു കേട്ടോ. ഇനി 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ അത്. അപ്പോഴേക്ക് നമുക്ക് ഞാനൊരു കഥ പറയാം. വെണ്ടയ്ക്ക ഉണ്ടായ കഥയായിരിക്കും. വെണ്ടയ്ക്ക ഉണ്ടായ കഥ തന്നെയല്ല. ഈ വെണ്ടയ്ക്കടൊപ്പം നമുക്ക് ഇത് വെണ്ടയ്ക്ക ഒന്ന് വാടുമ്പോഴേക്ക് പോകും. ഈ സവോളയും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് രണ്ടും കൂടി. പിന്നെ ഇതാ ഈ പച്ചമുളകും കൂടി ഇട്ടു. പിന്നെ ഇതാ ഈ വെളുത്തുള്ളി ഇട്ടു. ഇനി ലാസ്റ്റ് നമുക്ക് ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് കണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇപ്പോൾ അതും കൂടി ഇട്ട് ഇങ്ങനെ ഇളക്കി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഥയുടെ ഇടയ്ക്ക് നമുക്ക് ഇത് ഇളക്കി കൊടുക്കും. അപ്പോൾ പിന്നെ നമ്മുടെ മെയിൻ കറിവേപ്പില അത് പിന്നെ വേണമല്ല. അപ്പം നമ്മൾ കഥ തുടങ്ങാം. അപ്പം കഥയാകുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പം നമ്മൾ കഥ തുടങ്ങാം. ഇനി കളിയാക്കൊന്നും ഒന്നും വേണ്ട കേട്ടോ. സന്യാസിയും ഗുരുവൊക്കെ വരും. കളിയാക്കൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അല്ല, സന്യാസം ഇല്ലാത്ത നമ്മുടെ കഥയ്ക്ക് ഒരു രസമില്ല അമ്മ. സന്യാസം ഉണ്ടെങ്കിൽ നമുക്കൊരു കഥ. ഒരിക്കൽ ഒരു സന്യാസിയും കുറച്ച് ശിഷ്യന്മാരും കൂടി ഒരു നദീതീരത്ത് കുളിക്കാൻ വേണ്ടി വരും. അപ്പോൾ നദീതീരത്ത് വന്നു കഴിഞ്ഞിട്ട് സന്യാസി എന്ത് ചെയ്യും? ആ നദീതീരത്ത് കുറേ നേരം ഇങ്ങനെ ആ നദിയിലേക്ക് എല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കും. കുളിക്കണമൊന്നുമില്ല. അപ്പോൾ സന്യാസി ഇറങ്ങിയതിന് ശേഷമാണല്ലോ ശിഷ്യന്മാർക്ക് ഗുരു ഇറങ്ങണല്ലോ, ഗുരുവല്ലേ. അപ്പൊ ഇറങ്ങിയതിന് ശേഷമാണല്ലോ ശിഷ്യന്മാർക്ക് ഇറങ്ങാൻ പറ്റുക. മുതലുണ്ടെങ്കിൽ ഗുരുവിനെ പിടിച്ചോട്ടെ. അതിനല്ല, അങ്ങനെയാണ് പണ്ടൊക്കെ. ഗുരു അതിന്റെ മുമ്പായിട്ട് ഇതിങ്ങനെ ഓടിച്ചാടി അങ്ങനെ ഇറങ്ങുന്നില്ല. എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും കടന്നുറങ്ങുകയാണെങ്കിലും ഒക്കെ ഗുരു ആദ്യം ചെയ്യണം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇവര് കുറേ നേരം ഉച്ചയാവാനായി. ഈ ഗുരു ഇറങ്ങണേയില്ല. ഈ സന്യാസി ഒരേ ഇരിപ്പാണ്. ആ നദിയിലേക്ക് ഉറ്റു നോക്കി ഒരൊറ്റ ഇരിപ്പാണ്. എന്തായിരിക്കറിയോ? ആശ്രമം കുറേ ദൂരമായിരിക്കും. അപ്പൊ ഗുരു അവിടെ നിന്ന് കുറേ നേരം ദൂരം നടന്നും വന്നിട്ടുണ്ട്. അപ്പൊ ഗുരു നല്ലൊരു നദി കണ്ടു. നല്ല തിളങ്ങിയ നദിയായിരിക്കും. ആർക്കും കൊതിയൊന്നുമില്ല, ഇറങ്ങാൻ കൊതിയൊന്നും അങ്ങനത്തെ ഒരു നദിയൊക്കെ ഉണ്ടാവില്ലേ. അവിടെ വന്നപ്പോ ഗുരു എന്ത് ചെയ്തു? തോർത്തും സോപ്പും മറന്നു. അതിനെക്കാളും ബുദ്ധിയാണ്. അപ്പൊ ശിഷ്യന്മാർ പറയും, എന്താ അത് ഉച്ചയാവാനായി, ഉച്ച കഴിഞ്ഞു, നമുക്കിനി ഇപ്പൊ ഈ ഗുരു കുളിക്കുന്നില്ല, നമുക്കും വിളിക്കാൻ പറ്റില്ല, എന്താണ് എങ്ങനെ നമ്മൾ ചോദിക്കുക? ഗുരുവിന് ദേഷ്യം വരുമോ? അങ്ങനെ ഒരു കുറെ നേരമൊക്കെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരുന്നു. പിന്നെ അവസാനം അതിന്റെ ഒരു ശിഷ്യൻ എന്ത് ചെയ്തു അറിയോ? എന്തായാലും വേണ്ടില്ല പറഞ്ഞേ, ഗുരുദേവ കുറേ നേരമായല്ലോ നിങ്ങൾ ഈ നദിയിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരിക്കണു, കുളിക്കണ്ടേ, ഉച്ചയായി എന്ന് പറയും. അപ്പൊ എന്താ നിങ്ങൾ കുളിക്കാണ്ടിരിക്കണേന്ന് ചോദിച്ചു. അപ്പൊ ഗുരു വേഗം പറയും, ഞാനേ ഈ നദിയുടെ ഒഴുക്കൊന്ന് നിലയ്ക്കൊന്ന് നോക്കുകയാണ്. ഒഴുകല്ലേ, നദി ഒഴുകണതാണല്ലോ, അത് നിലച്ച് നദി ഒഴുക്ക് നിർത്തി എന്നിട്ട് കുളിക്കാൻ വന്നിട്ടാണ്. ആലോചിച്ച് നോക്കും, നദി എവിടെയെങ്കിലും ഒഴുക്ക് നിർത്തും. അപ്പൊ നദിയുടെ ഒഴുക്കൊന്ന് നിന്നതിന് ശേഷം കുളിക്കാൻ വന്നിട്ടാണ്. അത് എപ്പോഴാ നിൽക്കുകയെന്ന് നോക്കിയിരിക്കുകയാണെന്ന് പറയും. അപ്പോ ശിഷ്യന്മാർക്ക് ഗുരുവിന് എന്ത് പറ്റി? ഗുരു നമ്മുടെയൊക്കെ ഗുരു എത്രയും ബുദ്ധിയുള്ളതാണ്, ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് മനസ്സിലോർത്ത് പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് അവർക്ക് എന്തോ ഗുരുവിന് എന്തോ സംഭവിച്ചെന്നുള്ള രീതിയിൽ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോ അതിന് ഒരാള് വേഗം പറയും, എന്തെങ്കിലും ആവട്ടെ, ഗുരു ചീത്ത പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ ചോദിച്ചിട്ടുള്ളൂ, ഗുരുദേവ നദി എന്തെങ്കിലും ഒഴുകാതിരിക്കുവോ? അത് അതിന്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുക, അതിന്റെ ജോലിയാണ് അത് ഒഴുകുക എന്നുള്ളത്. അപ്പൊ ഈ നദി ഒഴുകാണ്ട് നിൽക്കുവോ? നിങ്ങൾ ആ പീഠത്തിൽ നിന്ന് ഇറങ്ങും, ഞാൻ ഒഴുകാണ്ടിരിക്കുവോ? അപ്പൊ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങൾ ഇനി എത്ര മാസങ്ങളോളം ഇരുന്നാലും നദിയുടെ ഒഴുക്ക് നിൽക്കില്ല എന്ന് പറയും. അപ്പോ ഇതന്നെയാണ് ഇന്നത്തെ നിങ്ങൾക്ക് ഞാൻ തരുന്ന പാഠം. എന്താണ്? ജീവിതം എന്നത് ഒരു നദി പോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതം. അപ്പോൾ ഈ നദി എങ്ങനെ ഒഴുക്ക്, തൻ്റെ കടമയാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അത് നദി അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിൽ അലകളടിക്കാം, പല
അലകൾക്ക് ചിലപ്പോൾ തീവ്രത ഉണ്ടാവും, ചിലപ്പോൾ തീവ്രത കുറയും, അല്ലേ? അങ്ങനെയൊക്കെ നദിയിൽ സംഭവിക്കാം. ഓളങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കൂടി ഈ നദിയുടെ ഒഴുക്കൊരിക്കലും നദി നിർത്തില്ല. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ നഷ്ടങ്ങളും വിജയങ്ങളും എന്താ പറയുക, ദുഃഖങ്ങളും പ്രാരാബ്ദങ്ങളും, അങ്ങനെ പല രീതിയിലുള്ള എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതം ഈ നദിയെ ഉപയോഗിക്കില്ല. അതുപോലെ നദിയെപ്പോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ച് തീർക്കുക തന്നെ വേണം. എന്നും ഒരേപോലെ ആയിരിക്കില്ല നമ്മുടെ ജീവിതം. ഇന്നത്തെ ജീവിതം ആയിരിക്കില്ല ചിലപ്പോൾ നാളത്തെ ആയിരിക്കില്ല ചിലപ്പോൾ മറ്റന്നാൾ. അങ്ങനെ മാറ്റങ്ങൾ പ്രകൃതി നിയമമാണ്, അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതും വിചാരിച്ചിട്ട് നമ്മുടെ ജീവിതം ഇതോടെ തീർന്നു എന്നൊരിക്കലും വിചാരിക്കരുത്. ആ ജീവിതം ഈ നദിയുടെ ഒഴുക്ക് പോലെ തന്നെ തുടർന്നുകൊണ്ടേ. നദിയുടെ ഒഴുക്ക് കണ്ടിട്ടുണ്ടോ? ഒരു വെള്ളത്തിന്റെ ഒഴുക്ക് വരുമ്പോൾ അതിന്റെ പിന്നാലെ വരുന്ന ഒഴുക്കിന് വേറൊരു ഭാവം ഉണ്ടാവും. അപ്പോൾ ഓരോ നിമിഷം നദിയുടെ ആ ഒഴുക്കിനനുസരിച്ച് അതിന്റെ ഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നദിക്ക് പോലും ഓരോ നിമിഷം അതിന്റെ ഭാവം മാറിക്കൊണ്ടിരിക്കുക. മനുഷ്യന് എത്ര നിസ്സാരമാണ്. അപ്പോൾ നമ്മുടെ ജീവിതം ഒരു ഒഴുക്ക് പോലെയാണ്. നദി ഇങ്ങനെ ഒഴുകുമ്പോൾ ഒഴുകിക്കൊണ്ടേ ഉണ്ടാവും. അതിൻ്റെ അലകളിൽ വരുന്ന വ്യത്യാസം പോലെ ജീവിതത്തിൽ ഒരുപാട് ഭാവ വ്യത്യാസങ്ങൾ വരും. ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ പൊട്ടയായിരിക്കാം, ചിലപ്പോൾ മോശപ്പെട്ടതായിരിക്കാം. ഇതെല്ലാം തരണം ചെയ്ത് വേണം ജീവിതം മുന്നോട്ട് പോകാൻ. അതാണ് നദിയെ ഓർമ്മിച്ചതാണ്. അപ്പൊ ആ ഗുരു ആ ശിഷ്യന്മാർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ തൊട്ട് ഉച്ച വരെ നദിയിലേക്ക് ഉറ്റി നോക്കി എപ്പോഴാണ് എൻ്റെ ശിഷ്യന്മാർ ചോദ്യം ചോദിക്കാനായിട്ട് താല്പര്യം പഠിപ്പിച്ചു. എന്നുവെച്ചാൽ ഒരു ദിവസം എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് വരുന്ന സംഘർഷങ്ങൾ, സംശയങ്ങൾ, ഇതിനൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം ഉത്തരം കിട്ടുന്നതാണ് അതിന്റെ സത്യം. ഇപ്പൊ വരുന്ന സങ്കടങ്ങളിലും സംഘർഷങ്ങളിലും ഓരോ വ്യക്തികളുടെ നിറമാറ്റങ്ങളിലൊക്കെ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ എന്താ പറയുക, നമ്മൾ തന്നെ ആലോചിച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതൊന്ന് തിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ണിൽ കണ്ണീര് വരുമ്പോഴും ചിരിക്കാൻ ശ്രമിക്കുക. കാരണം എന്താ അറിയോ, ഇന്ന് സംഭവിച്ച ദുഃഖങ്ങളും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഓർത്ത് നാളെ ഒരു ദിവസം നിനക്ക് മനസ്സിലാവും ഇതൊക്കെ ഒരു കാരണത്തിനായിരുന്നു. കാരണം കാരണഭൂതനായ ഒരു വ്യക്തി മുകളിലിരിക്കുന്നത് ഒരു കാരണമില്ലാണ്ട് ഒന്നും സൃഷ്ടിക്കില്ല, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇന്ന് ദുഃഖത്തിൻ്റെ മുകളിൽ ദുഃഖങ്ങൾ ജനങ്ങൾക്ക് വന്നുകൊണ്ടുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് ചിരിക്കാനും കൂടി പറ്റാത്തൊരു മനോഭാവത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആലോചിച്ചോളൂ. സങ്കടത്തിൽ പറ്റിയൊക്കെ ഒന്ന് ചിരിക്കാൻ നോക്കിക്കോളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ഉത്തരം അവസാനം കിട്ടില്ലേ എന്ന് വെച്ചാൽ ഇതൊക്കെ എന്തിനായിരുന്നു. ഒരു ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് തന്നെ പുഞ്ചിരി വരും. കാരണം ഇന്നൊരു സമയത്ത് എനിക്ക് തരണം ചെയ്യാതെ പോയല്ലോ എന്നുള്ള ദുഃഖം. അന്ന് ഞാൻ ഇത്രയും ദുഃഖത്തിലായിരുന്നു, അതൊരു സംഭവമേ ആയിരുന്നില്ല. ആ സംഭവം ആയത് ഇന്നൊരു സംഭവമായിട്ട് മാറാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ദൈവം ഒരിക്കലും ഒരാളിനും ഒരു കാരണമില്ലാണ്ട് ഒരു ദുഃഖം നൽകില്ല. കാരണം ദൈവത്തിൻ്റെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള വസ്തുവാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യനെക്കാളും പ്രീഷ്യസ് ആയിട്ട് ഒന്നിനെയും ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടേ ഇല്ല. അപ്പൊ തൻ്റെ ഇഷ്ടസൃഷ്ടിയായ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന് ദുഃഖം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നാമ്പുറത്തൊരു കാരണം നൽകിയിട്ടുണ്ടാവും, അതിനൊരു പരിഹാരം നൽകിയിട്ടുണ്ടാവും. അല്ലേ? ഒരു പരിഹാരം ഇല്ലാണ്ട് ഒരു ദുഃഖം നൽകില്ല. ഒരു ദുഃഖം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാവും. അല്ലേ? അപ്പൊ എന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെന്നെ ഉണ്ടെങ്കിലും എന്തെന്നെ സംഭവിച്ചുകൊണ്ടിട്ടുണ്ടെങ്കിലും എല്ലാ സിറ്റുവേഷനും നമുക്ക് സംഭവിക്കുന്നത് എന്തോ ഒന്ന് നമുക്ക് പഠിപ്പിക്കാനാണ്. അത് മാത്രം ഒരിക്കലും നടക്കരുത്. അവസാനം നമ്മളൊരു ദിവസം ചിന്തിക്കുക, നമ്മൾ ഇതൊക്കെ തരണം ചെയ്തു ഒന്നുമില്ല. നമ്മൾ ചിലത് ആലോചിക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് വന്ന ദുഃഖങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ മുമ്പും നമ്മൾ ഇതുപോലെയുള്ള പല സംഘർഷമായ പരിസ്ഥിതികളെയും നമ്മൾ നേരിട്ടിട്ടാണ് ഇവിടെ എത്തിയത്. അതിനെ നമ്മൾ റിവൈൻഡ് ചെയ്ത് നോക്കണം, നമ്മുടെ മനസ്സിലേക്ക് വരുത്തണം. അപ്പോൾ തോന്നും അതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടല്ലേ ഇവിടെ എത്തിയത്, അപ്പോൾ ഇതും നമുക്ക് തരണം ചെയ്യാൻ പറ്റും. ആ ഒരു മനോധൈര്യമാണ് മനുഷ്യനെന്നും വേണ്ടത്. അല്ലാതെ എന്തിങ്ങനെ സംഭവിച്ചു. ഈ നദിയുടെ ഭാവവ്യത്യാസം പോലെയാണ്, ഒഴുക്ക് പോലെയാണ്. അത് ഒരേ രീതിയിൽ ഒരേ ലെവലിൽ ഒഴുകിക്കൊണ്ടുണ്ടാവുമോ? ഓരോ പാറയിലും കല്ലിലും തട്ടി അതിൻ്റെ ഒഴുക്കിലൊരു വ്യത്യാസം. പക്ഷെ ഒഴുകിയും കൊണ്ട് ഉണ്ടാവും. ചിലപ്പോൾ പാറയിൽ പോയിട്ട് പടാന്ന് തട്ടിയിട്ട് പിന്നെ ഒഴുകിന് കാണാം. ചിലപ്പോൾ വലിയൊരു കുന്നൊരു ചാട്ടം കാണാം. അതൊക്കെ നദി തന്നെയല്ലേ? അപ്പോൾ എത്ര എവിടുന്ന് എങ്ങനെ തട്ടി എങ്ങനെ വന്നാലും നദി ഒഴുകിക്കൊണ്ടേ ഉണ്ടാവും. നദിയെ തന്നെ വിളിക്കുള്ളൂ. അല്ലെങ്കിൽ പാറക്കാലിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം ഒന്നും ആരും വിളിക്കില്ലല്ലോ. വിളിക്കുമോ? അപ്പം അതുപോലെ തന്നെയാണ് ജീവിതവും. നമ്മൾ ഇന്ന് വിചാരിച്ച പോലെ ആയിരിക്കില്ല നാളെ വിചാരിച്ച പോലെ ആയിരിക്കില്ല മറ്റന്നാൾ. ചിലപ്പോൾ ദുഃഖമായിരിക്കും, ചിലപ്പോൾ സങ്കടമായിരിക്കും, ചിലപ്പോൾ ഇതൊന്നുമില്ലാത്തൊരു അവാർഡ് സിനിമ പോലെ ഇരിക്കണ്ടാവും. ഇത് എന്തുണ്ടെങ്കിലും ജീവിതം ഒരു ഒഴുക്ക് പോലെ മുന്നോട്ട് പോയിക്കൊണ്ടേ കാണിക്കണം. നമുക്ക് ഒപ്പ് നോക്കണത് ഇതെന്താ അത്ര പെട്ടെന്ന് നോക്കിയാ. അപ്പൊ സംഘർഷം നടന്ന ജീവിതത്തെ
സന്തോഷമാക്കി മാറ്റി വരുന്നതൊക്കെ നമ്മുടെ ആ നദീനെ അമ്മ പറഞ്ഞ കഥയിൽ ആ നദിയുള്ള പോലെ നമ്മുടെയൊക്കെ ജീവിതം ഒരു നദി പോലെയാണ്. ദൈവം അവിടെ നമ്മളെ സൃഷ്ടിച്ചങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒഴുക്കാണ്. നമ്മൾ എത്ര തന്നെ പ്ലാൻ ചെയ്താലും നമ്മളൊന്നും പ്ലാൻ ചെയ്ത പോലെ ഒന്നും ഒരിക്കലും നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല. നമ്മുടെ പ്ലാനിൻ്റെ അപ്പുറത്ത് പ്ലാൻ ചെയ്യാൻ അതിൻ്റെ മുകളിൽ നമ്മളെക്കാളിലും ബുദ്ധിയുള്ള ഒരാളിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പോകണം, എങ്ങനെ സംഭവിക്കണം, ചില നഷ്ടങ്ങൾ നമുക്ക് നഷ്ടമാണോ മറ്റുള്ളവർക്ക് നഷ്ടമാണോ, ഇതെല്ലാം തീരുമാനിക്കേണ്ടത് ഒരു സർവേശ്വരനാണ്. ചിലർ നന്മയുള്ള മുഖമായി നമ്മുടെ അടുത്ത് വരും, ചിലർ വികൃതമായ മുഖമായിട്ട് നമ്മുടെ അടുത്ത് വരും, ചിലർ ചൂഷണം കൊണ്ട് വരും, ചിലർ സ്നേഹം കൊണ്ട് വരും, അല്ലേ? അങ്ങനെ അത്രയേ ഉള്ളൂ ജീവിതം, അത്രയേ ഉള്ളൂ. അപ്പോൾ ജീവിതം മുഴുവനും നമ്മൾ തീരുമാനിക്കുമ്പോൾ നടക്കില്ല. കുറേ തീരുമാനങ്ങളൊക്കെ നമുക്ക് എടുക്കാമെന്നല്ലാണ്ട് അത് മുഴുവൻ നടക്കണേ എന്ന് തീരുമാനിക്കാൻ മാത്രം ഒരു പരബ്രഹ്മം മുകളിലുണ്ടെന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാവട്ടെ, അല്ലേ? അതുപോലെ തന്നെ എന്ത് പ്രതിസന്ധിയിലും നമ്മുടെ മനസ്സ് തളരാതിരിക്കുക. കാരണം ഇതെന്തോ പഠിപ്പിക്കാൻ വന്നെടുക്കുകയാണ്. ഈ ഒരു ദുഃഖം എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നമ്പുറത്ത് ഈ ദുഃഖം എന്തോ ഒരു സന്ദേശം എനിക്ക് നൽകിപ്പോണ്ടെന്നുള്ള സത്യം ഒരിക്കലും മറക്കരുത്, അല്ലേ? അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ നടക്കൽ നിർത്തിയോ, പാടൽ നിർത്തിയോ, പാചകം നിർത്തിയോ? അതന്നെ. അപ്പോൾ ഇതൊന്നും നിർത്തില്ല. കാരണം എന്താ പറയുക, ഇതൊക്കെ വന്നുകൊണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അയ്യോ ഞാൻ തടന്നു, അയ്യോ ഞാൻ വീണെന്ന് പറഞ്ഞാൽ കടന്നാ പോയി മോനെ, കടക്കരുതെന്ന് കേട്ടിട്ടില്ല അമ്മ? കടന്നാ പോയി. അപ്പോൾ കടക്കരുത്, എണിക്കണം, നിൽക്കണം, നമ്മുടെ ആവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. എത്രത്തോളം നമ്മളെ കൊണ്ട് സ്വയം നമുക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്യണത് നല്ലതാണെന്നുള്ള ചിന്ത എല്ലാവരുമാണ്. ഈ രോഗപ്രതിരോധത്തിന് അതൊരു വലിയ കാരണമാണ്, അല്ലേ? നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ്. എത്ര വേദന ഉണ്ടെങ്കിലും ഒന്നും നടക്കണം. കയ്യിലൊരു വേദന വന്നു, ആ കയ്യിൽ വേദന വന്ന കൈ അനക്കാണ്ട് വെച്ച ഒരു കാലത്തും ആ കൈ പിന്നെ അനങ്ങില്ല, തളർന്നാ പോയി എന്നുള്ളതാണ് ജീവിതം, അല്ലേ? അപ്പൊ ഇതായി ഇന്ന് നോക്കിക്കോളൂ. ഒരു രസം, ഒരു എന്താ പറയാ, മുളക് വറുത്ത പൊടി ഇതൊക്കെ പറയില്ലേ, അത് കൂട്ടാൻ തോന്നുന്നുണ്ട്. അത് അങ്ങനെയാണ്, പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ നമ്മളിപ്പോ ഈ തക്കാളി വലിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണേ ആ രസത്തിനേക്കാളും അതിനൊരു പ്രത്യേകതയുണ്ട് ഈ മുളക് വറുത്ത പൊടി. അപ്പൊ ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, മുളക് വറുത്ത പൊടി, സ്രാവ് വറുത്തതാണ് ഇന്ന് ഞങ്ങളുടെ ഭക്ഷണം. അപ്പൊ അതുകൊണ്ട് ചോറിന് നിങ്ങൾ വരുന്ന ഉണക്കസ്രാവും പച്ചമുളകും ഒക്കെ കീറിയിട്ട് ഒരു വറുക്കരുത്, അങ്ങനെ വറുക്കും. ഈ മെഴുക്കുവരട്ടി ഉണ്ടാവും. മുളക് വറുത്ത പൊടി, പാലക്കാടൻ മുളക് വറുത്ത പൊടി, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ സാധാരണ എന്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കില്ലേ, ആ രസത്തിനേക്കാൾ ഒരു പ്രത്യേകത ഉണ്ടായില്ല, ഒരു നാടൻ, അല്ലേ? അതായത് പറയുമ്പോ തന്നെ നമ്മുടെ മുഖത്ത് ഒരു പ്രത്യേകത വരുന്നുണ്ട്. അമ്മക്ക് ഇഷ്ടം അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അമ്മനെ കണ്ടാൽ മനസ്സിലാവും. എന്റെ അച്ഛൻ എപ്പോഴും അമ്മയോട് പറയും, അതെ ഒരു മുളക് വറുത്ത പുളി ഉണ്ടാക്കി ആദ്യം എനിക്കിത് അറിയില്ല, മുളക് വറുത്ത പുളി ഇതെന്തായിരിക്കും, അന്നൊന്നും അടുക്കളയിൽ കയറി നോക്കൊന്നുമില്ലല്ലോ, പക്ഷെ കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. അച്ഛന് പ്രത്യേകിച്ച് വേണം കഴിക്കുമ്പോ ടേസ്റ്റോ എന്ന് വെച്ചാൽ വായിക്ക് കഴിക്കുമ്പോ. അല്ല, അപ്പൊ കറിയൊക്കെ ഉണ്ടാവും, സാമ്പാറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു മുളക് വറുത്ത പുളി വെച്ച് പറയും. അപ്പൊ ഞാൻ പറയും എന്താ പറയും മുളക് വറുത്ത പുളി. അപ്പൊ അച്ഛൻ കഴിക്കുന്ന സമയത്ത് അവിടെ പോയി നോക്കിയിട്ട് ഞാൻ എടുത്ത് കഴിക്കുമ്പോ അപ്പൊ മുളക് വറുത്ത പുളി എന്ന് പറഞ്ഞാൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, അന്നേ എനിക്കത് ഇഷ്ടമാണ്. അപ്പൊ ഇടയ്ക്കൊക്കെ ഒരു ഓർമ്മയിൽ എനിക്ക് മുളക് വറുത്ത പൊടിയൊക്കെ ഉണ്ടാക്കാൻ തോന്നും. അമ്മ ഉണ്ടാക്കുന്ന ആ രുചിയൊന്നും കിട്ടിയില്ലെങ്കിലും അതിൻ്റെതായ ഒരു ചെറിയ ഇന്ന് മൊത്തത്തിലൊരു പാലക്കാട് സ്റ്റൈലിൽ ഒരു ചോറ് ഒരു പിടിപിടിക്കണം, അല്ലേ? രസവും വെണ്ടയ്ക്ക ഉപ്പേരി എല്ലാം കൂടെ കൂടിയിട്ട് ആ മുളക് വറുത്ത പൊടി കൂടി ഇന്ന് സത്യം നോക്കിക്കോ, നീ ഇന്നൊരു പിടിച്ചോണ്ട് കൂടുതലുണ്ട്. അങ്ങനെയാണ് ആ കറികളുടെ. അത് ശരിയാ, ഒരു നാടൻ കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, സമ്മതിച്ചു. ഞാനത് അത് കൂട്ടി കഴിക്കാൻ നിങ്ങൾ വരണോ? നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ബൈ.